ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ തന്നെയാണ്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനും അവസാനം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാകും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, അവിടെ ഇരിക്കരുത്. അവിടെ ഇരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. സോ നമ്മൾ പറയാറുണ്ട് അവിടെ ഇരിക്കരുത്. എങ്ങനെയാണ് അരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചത്? ഡോണ്ട് യൂസ് ചെയ്ത് നമുക്ക് പറയാം അല്ലേ. അവിടെ ഇരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് സിറ്റ് ദർ, ഡോണ്ട് സിറ്റ് ദർ, അവിടെ ഇരിക്കരുത്. ഇനി ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഷുഡോ മസ്റ്റോ ഒക്കെ യൂസ് ചെയ്ത് പറയാം. അവിടെ ഇരിക്കരുത് എന്ന് പറയുമ്പം അത് നിർബന്ധിത ഘട്ടമാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? യു ഷുഡിൻ സിറ്റ് ദർ എന്ന് പറയാം, അല്ലെങ്കിൽ യു മസിൻറ്റ് സിറ്റ് ദർ എന്ന് പറയാം. അതായത് അത് ചെയ്യരുത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഷുഡിൻ്റെ മസിൻ്റെ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡോണ്ട് സിറ്റ് ദർ എന്നാണ്, അവിടെ ഇരിക്കരുത്. നെക്സ്റ്റ്, നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. ഇപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുമുട്ടുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കാം, നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കാം എന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പറയണമെങ്കിൽ എങ്ങനെ പറയും? നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കാം. അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ലെറ്റ്സ് സിറ്റ് ഹിയർ, ലെറ്റ്സ് സിറ്റ് ഹിയർ ഫോർ എ വൈൽ, ലെറ്റ്സ് സിറ്റ് ഹിയർ ഫോർ എ വൈൽ. നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയാറുണ്ട് അല്ലേ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയാറുണ്ട്. എങ്ങനെ പറയാ? നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ എന്നാണ്. ലെറ്റ്സ് ഗോ ആഫ്റ്റർ എ വൈൽ, ലെറ്റ്സ് ഗോ ആഫ്റ്റർ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പോകാം. അതായത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയാറുണ്ടല്ലോ. ആഫ്റ്റർ എ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് സംസാരിക്കാം. ഇപ്പം നമ്മളിങ്ങനെ വാത്തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ദാഹമോ ക്ഷീണമോ ഒക്കെ തോന്നും അല്ലേ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ പറയാണ് നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് സംസാരിക്കാം അല്ലേ. നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് സംസാരിക്കാം എന്നെങ്ങനെ പറയാം? അവിടെ നമുക്ക് ലെറ്റ്സ് ഹാവ് എ ജ്യൂസ് എന്ന് പറയാം. ഈ ഹാവ് എന്താണ്? ലെറ്റ്സ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് ഡ്രിങ്ക് എന്നാണ് അല്ലേ. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് ഡ്രിങ്ക് എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലെറ്റ്സ് ഹാവ്, ഒന്നും കൂടി പൊളൈറ്റായി പറയാം, ലെറ്റ്സ് ഹാവ് എ ജ്യൂസ് ആൻഡ് ദെൻ ടോക്ക്. ലെറ്റ്സ് ഹാവ് എ ജ്യൂസ് ആൻഡ് ദെൻ ടോക്ക്. ഓക്കെ, ഇനി നമുക്കിതിങ്ങനെയും പറയാം കേട്ടോ, ലെറ്റ്സ് ഡ്രിങ്ക് എ ജ്യൂസ് ആൻഡ് ദെൻ ടോക്ക് എന്ന് പറയാം. അപ്പം ഡ്രിങ്കിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നമുക്ക് അവരോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ, നമുക്ക് അവരോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം എന്നെങ്ങനെ പറയാം? ലെറ്റ്സ് ആസ്ക് ദം, ലെറ്റ്സ് ആസ്ക് ദം, നമുക്ക് അവരോട് ചോദിക്കാം. ആൻഡ് ദെൻ ഡിസൈഡ്, ആൻഡ് ദെൻ ഡിസൈഡ്, എന്നിട്ട് തീരുമാനിക്കാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ആസ്ക് ദം ആൻഡ് ദെൻ ഡിസൈഡ്. നെക്സ്റ്റ്, നമുക്കവിടെ എത്തിയിട്ട് വഴി ചോദിക്കാം. ഇപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണ്, ആ സമയത്ത് നമുക്കവിടെ വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ നമുക്ക് വഴി അറിയണം. അപ്പം നമ്മൾ എന്താ പറയാറ്? നമുക്കവിടെ എത്തിയിട്ട് വഴി ചോദിക്കാം എന്നെങ്ങനെ പറയാം? ലെറ്റ്സ് റീച്ച് ദർ, നമുക്കവിടെ എത്തിയിട്ട് വഴി ചോദിക്കാം. നമുക്കവിടെ എത്താം അല്ലേ, നമുക്കവിടെ എത്താം എന്നാണ് ആദ്യം പറയേണ്ടത്. ലെറ്റ്സ് റീച്ച് ദർ ആൻഡ് ദെൻ ആസ്ക് ഫോർ ഡയറക്ഷൻ, നമുക്കവിടെ എത്തിയിട്ട് വഴി ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഞാനത് വാങ്ങിയിട്ട് നിന്നെ കാണിക്കാം, ഞാൻ അത് വാങ്ങിയിട്ട് നിന്നെ കാണിക്കാം എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പം ഞാനത് വാങ്ങിയിട്ട് ലെറ്റ് മീ ഗെറ്റ് ഇറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഐ വിൽ ഷോ യു. എന്താണ് ഈ ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്? ലെറ്റ് മീ ഗെറ്റ് ഇറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് എന്താണ്? ബൈക്ക് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഗെറ്റിൻ്റെ യൂസസ് പറഞ്ഞപ്പം ഗെറ്റ് ടേക്കിന് പകരമായിട്ടും ബൈക്ക് പകരമായിട്ടും ബ്രിങ്ങിന് പകരമായിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം അതുപോലെ നമുക്കിവിടെ ബൈ യൂസ് ചെയ്ത് പറയാം കേട്ടോ. ലെറ്റ് മീ ബൈ ഇറ്റ് ഫസ്റ്റ്
എന്ന് പറയാം. അതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയത് ലെറ്റ് മീ ഗെറ്റ് ഇറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഐ വിൽ ഷോ യു എന്നും പറയാം. ഓക്കെ. നെക്സ്റ്റ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ നീ അങ്ങോട്ട് വരണം. ഇവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളെങ്ങനെ പറയും? യു ഷുഡ് കം ദർ, നീ അങ്ങോട്ട് വരണം. as soon as you finish eating. as soon as you finish eating. ഇവിടെ ഈ ഫിനിഷ് എന്തിനാ വന്നിട്ടുള്ളത്? ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ യു ഫിനിഷ് ഈറ്റിംഗ് എന്ന് നമ്മൾ പറയണം. അപ്പം യു ഷുഡ് കം ദർ ആസ് സൂൺ ആസ് യു ഫിനിഷ് ഈറ്റിംഗ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ നീ അങ്ങോട്ട് വരണം. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ അവളോട് ചോദിച്ചു, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഞാൻ അവളോട് ചോദിച്ചു, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കും? ഐ ആസ്ക്ഡ് ഹർ, ഞാൻ അവളോട് ചോദിച്ചു, ആൻഡ് യു ഗോയിങ് ടു സ്കൂൾ ടുഡേ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അപ്പോൾ ഐ ആസ്ക്ഡ് ഹർ ആൻഡ് യു ഗോയിങ് ടു സ്കൂൾ ടുഡേ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഓക്കെ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ കളിക്കരുത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ കളിക്കരുതെന്ന് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഐ ടോൾഡ് ദം, നിങ്ങൾ അവിടെ കളിക്കരുത്. യു ഷുഡിൻ പ്ലേ ദർ, നിങ്ങൾ അവിടെ കളിക്കരുത്. ഇവിടെ നമുക്ക് യു ഡോണ്ട് പ്ലേ ദർ എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കാരണം അരുത് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഷുഡിൻ്റെ, മസിൻ്റെ, അതുപോലെ ഡോണ്ട് ഒക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, അവർ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, അവർ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എങ്ങനെ ചോദിക്കുക? ഹൗ ഡിഡ് ദേ ഗെറ്റ് ദർ? അവർ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അവരോട് നിങ്ങൾ പറഞ്ഞില്ലേ? ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അവരോട് നിങ്ങൾ പറഞ്ഞില്ലേ? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഡിഡിൻ യു ടെൽ ദം? അവരോട് നിങ്ങൾ പറഞ്ഞില്ലേ? അവൻ നിങ്ങളെ കണ്ടില്ലേ എന്നെങ്ങനെ ചോദിക്കുക? ഇതും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഡിഡിൻ ഹി സീ യു? അവൻ നിങ്ങളെ കണ്ടില്ലേ? ഓക്കെ. നെക്സ്റ്റ്, അവർക്കെല്ലാം അറിയാമായിരുന്നു അല്ലേ? അവർക്ക് എല്ലാം അറിയാമായിരുന്നു. നമ്മൾ ചില സിറ്റുവേഷനിൽ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അറിയാമായിരുന്നു. ഇവിടെ നമുക്ക് വുഡ് ഹാവും യൂസ് ചെയ്യാം കേട്ടോ. അവർക്ക് എല്ലാം അറിയാമായിരുന്നു. എങ്ങനെ പറയും? അവരാണ് സബ്ജക്റ്റ്. ദേ കുഡ് ഹാവ് നോൺ എവറിത്തിങ്. അല്ലേ? നോയുടെ V3 ആണ് നോൺ എന്ന് പറയുന്നത്. അപ്പോൾ കുഡ് ഹാവ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ V3 ആണ് യൂസ് ചെയ്യുക. അപ്പം ദേ കുഡ് ഹാവ് നോൺ എവറിത്തിങ്. ഇനി വുഡ് ഹാവ് ആണെങ്കിൽ ദേ വുഡ് ഹാവ് നോൺ എവറിത്തിങ്. അവർക്കെല്ലാം അറിയാമായിരുന്നു. ഓക്കെ. നെക്സ്റ്റ്, ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നീ എത്ര രൂപക്കാണ് നട്ട്സ് വാങ്ങിയത്? ഇത് നട്ട്സ് എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണല്ലേ. നീ എത്ര രൂപക്കാണ് നട്ട്സ് വാങ്ങിയത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഒരുപാടുണ്ടാകും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു സെൻറ്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളത്, എത്ര രൂപക്കാണ് നീ നട്ട്സ് വാങ്ങിയത്? ഈ നട്ട്സിന് പകരം നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ് ഇനി പകലായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. പകൽ എപ്പോഴാണ് എന്നുള്ളത് ഞാൻ നോട്ടിഫിക്കേഷൻ വിടാം കേട്ടോ. അപ്പോൾ മിക്കവാറും ഒരു 9 മണിക്ക് ശേഷമായിരിക്കും, രാവിലെ 9 മണിക്ക് ശേഷമായിരിക്കും നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുക. മേ ബി ഒരു 11 മണി 10 മണിൻ്റെ ഇടയിലായിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്.